Hi friends, now we will see Philips OTG model. OTG is oven, toaster, grill. This function is main use. The microwave is main use ഒരു പ്രൊഡക്റ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ പാസ്ത ഉണ്ടാക്കാനോ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അതായത് ഒരു OTG നിങ്ങൾ വീട്ടിലേക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കേക്ക് മേക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും, ഒരു ഗ്രില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും, തന്തൂരി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും, പിസ്സ ഉണ്ടാക്കാൻ പറ്റും, പാസ്ത, ബ്രെഡ് മേക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് OTG വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. OTGയുടെ ഫംഗ്ഷൻ വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് പ്രൊഡക്റ്റ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിന് വെയിറ്റും കുറവാണ് മൈക്രോവേവിനെ അപേക്ഷിച്ച്. പിന്നെ പ്രൈസും വളരെ കുറവായിരിക്കും. മറ്റേ മൈക്രോ ഓവൻ കൺവെൻഷൻ മോഡലിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ OTGക്ക് റേറ്റും കുറവായിരിക്കും. ഇപ്പോൾ ഈ മോഡലിൻ്റെ MRP വരുന്നത് 8,999 രൂപയാണ്. നമുക്ക് ആമസോണിലെ റേറ്റ് ഒന്ന് കണ്ടു നോക്കാം. ആമസോണിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് 6,999 രൂപയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഫിലിപ്സിൻ്റെ ഈ OTG മോഡൽ വന്നിരിക്കുന്നത് കൺവെൻഷൻ മോഡൽ ഇല്ലാത്തതാണ്. അതായത് OTG പ്ലസ് കൺവെൻഷൻ മോഡൽ അവൈലബിൾ ആണ് നമുക്ക് മാർക്കറ്റിൽ. അപ്പോൾ ഈ OTG മോഡലിൽ വന്നിരിക്കുന്നത് കോയിൽ ആണ് ഹീറ്റ് ചെയ്യുന്നത്. അത് കോയിൽ ഹീറ്റായിട്ടാണ് നമുക്ക് ഫുഡൊക്കെ ഹീറ്റ് ആകുന്നത്. കൺവെൻഷൻ മോഡലാകുമ്പോൾ അതിൽ സർക്കുലേറ്റിംഗ് ഒരു പാനും കൂടി അവൈലബിൾ ആയിട്ട് കിട്ടും. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ബേക്കിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്ക്, ബ്രെഡ് മേക്കിങ്ങോ അല്ലാതെ കേക്ക് മേക്കിങ്ങോ ചെയ്യുന്നവർക്ക് ഒരു OTG പ്ലസ് കൺവെൻഷൻ മോഡലാണ് നല്ലത്. സാധാരണ ഒരു വീട്ടിലേക്കൊക്കെ ഈ OTG മോഡൽ തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്ന് ഗ്യാരണ്ടി കാർഡ്, സെക്കൻഡ് ഒരു യൂസർ മാനുവൽ നമുക്ക് കിട്ടുന്നുണ്ട്, മൂന്നാമത് 2 ബേക്കിംഗ് ട്രേ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ബ്രെഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ കേക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ട്രേ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഗ്രില്ലും കിട്ടുന്നുണ്ട്, നമുക്ക് ഗ്രില്ലാക്കാനോ ചിക്കൻ ഗ്രില്ല് ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഗ്രില്ലും കിട്ടുന്നുണ്ട്. പിന്നെ 2 ഇയർ ആണ് ഇതിന് വാറണ്ടി വരുന്നത്. 2 ഇയർ ആണ് ഇതിന് മാനുഫാക്ചറിങ് വാറണ്ടി വരുന്നത്. നമുക്ക് ഇതിന്റെ അകത്തെല്ലാം നോക്കാം. നമ്മൾ ഫിലിപ്സിന്റെ OTG ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്, താഴേക്കാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. നല്ല ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കോയിൽ കാണുവാൻ സാധിക്കും. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ അതിനനുസരിച്ചുള്ള ഫങ്ഷൻസ് എടുത്തു കഴിയുമ്പോൾ. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളെല്ലാം കാണാൻ വേണ്ടി സാധിക്കും. ഇത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് ഇതിൽ നിന്ന് ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് ഫങ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു ലൈറ്റ് ഉണ്ട്, ഇതിൻ്റെ അകത്താണ് ആ ലൈറ്റ് വരുന്നത്. ഇതാ ഇവിടെയാണ് ലൈറ്റ് വന്നിരിക്കുന്നത്. അതുകൂടാതെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 90 സെക്കൻഡാണ് ടൈം ഉള്ളത്. ടെമ്പറേച്ചർ നമുക്ക് അനുസരിച്ച് ഓരോ ഫങ്ഷൻസ് അനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ വലിയൊരു പവർ പ്ലഗ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ലൊരു മെറ്റീരിയലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫുള്ള് സ്റ്റീലാണ് വന്നിരിക്കുന്നതിന്. ടൈം, ടെമ്പറേച്ചർ, ഫങ്ഷൻ, ഈ 3 ഫങ്ഷൻസ് മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രൊഡക്റ്റ് സിമ്പിളായിട്ട്, ഒരു ഫുഡ് പ്രൊഡക്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബേക്ക്, റോസ്റ്റ്, ടോസ്റ്റ്, ഗ്രില്ല് എന്നീ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ മെയിനായിട്ട് ഈ OTG യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഫുൾ കവറിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഡിസ്പ്ലേ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ 10 കുക്കിംഗ് മോഡ്സ് ആണ് ഫിലിപ്സ് നമുക്ക് അവൈലബിൾ ആയി തന്നിരിക്കുന്നത്. അതിൽ ടൈം, ടെമ്പറേച്ചർ എന്നിവ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ 2 സൈസിലാണ് ഇവർ OTG അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഒന്ന് 25 ലിറ്ററിലും 36 ലിറ്ററിലും. 36 ലിറ്ററൊക്കെ കൂടുതലായിട്ട് ബേക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. 36 ലിറ്റർ ഒരു വീട്ടിലേക്കൊക്കെ ആയിട്ട് നമുക്കൊരു 25 ലിറ്ററിൻ്റെ മതിയാവുന്നതാണ്.
മോഡലുമായിട്ട് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവെൻഷൻ മോഡലിന് ഇവിടെ ഒരു സർക്കുലേറ്റിംഗ് ഫാൻ അവൈലബിൾ ആണ്. എന്നാൽ OTGക്ക് അത് അവൈലബിൾ അല്ല. അപ്പോൾ ഇതിനെക്കാട്ട് റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ OTGയുടെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല ടൈം എടുക്കും, പക്ഷെ പവർ കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതുകൂടാതെ തന്നെ OTGക്ക് പ്രൈസും വളരെ കുറവായിരിക്കും മറ്റുള്ള ഓവനും കൺവെൻഷൻ മോഡലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൂടെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് കോയിലാണ് ഇനി യൂസ് ചെയ്തിരിക്കുന്നത്. മെറ്റൽ കണ്ടെയ്നർ ആയിട്ടുള്ള പ്ലേറ്റോ പാത്രങ്ങളോ വേണം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആർക്കും ഇതിന് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്.